പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടി പുകഴ്ത്തിടുവിൻ. തപ്പുകൾ കൊണ്ടുവിൻ വീണകൾ ഇമ്പമായി നീട്ടിടുവിൻ. തപ്പുകൾ കൊണ്ടുവിൻ വീണകൾ ഇമ്പമായി നീട്ടിടുവിൻ. ആഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. ആഘോഷിക്കുവിൻ,
പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. സുപ്രധാനമായ കൽപ്പന. നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കുകയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു. കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ. ആകയാൽ ഇസ്രായേലേ കേൾക്കുക. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടിയാണ് ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുകയും. ഇസ്രായേൽ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു ദൈവമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായി അണിയണം. അവ നിങ്ങളുടെ വീടിന്റെ കട്ടിടക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യമാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
അനുഗ്രഹത്തിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായിലേക്കും എന്നാൽ കർത്താവിന്റെ മറ്റൊരു മാർഗങ്ങളായ സഹോദരി ആത്മാമുഖേനയുടെ വിശദീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും ശേഷിപ്പുള്ള ആദ്യപരമായി നിങ്ങളുടെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറിപ്പെടുത്തുകയും അവയെ കൊടുത്തു നിൽക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തന്നെ ഹൃദയത്തിലൂടെ കൃത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ മനുഷ്യവർഗങ്ങളിലും സർവ്വജനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. ദൈവത്തിൻ വിളിവിളക്കേ, വചനമാം പൊൻവിളക്കേ, ഭൂവിലാരവൻ ദീപമായി തീർന്നവനേ യേശുവേ. ദൈവത്തിൻ വിളിവിളക്കേ, വചനമാം പൊൻവിളക്കേ, ഭൂവിലാരവൻ ദീപമായി തീർന്നവനേ യേശുവേ. വചനമേ നീ എന്നെ തൊടുമ്പോഴെല്ലാം എന്നിൽ ജീവന്റെ ആകാശം പാടി വീണോരൻ സ്വപ്നങ്ങളെല്ലാം നിൻ വചനത്താൽ തഴുത്തുവല്ലോ. വചനമേ നീ എന്നെ തൊടുമ്പോഴെല്ലാം എന്നിൽ ജീവന്റെ ആകാശം പാടി വീണോരൻ സ്വപ്നങ്ങളെല്ലാം നിൻ വചനത്താൽ തഴുത്തുവല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ യേശുവിന്റെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാതരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെടുന്ന വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചു പോകും. അവൻ ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യരായി തീർന്ന ഓരോ നിയമത്തിനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ. നേടുക സ്വർഗരാജ്യം. യേശുവിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ,
കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ബോംബായിരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ണൂരിൽ പൊട്ടുന്ന സാധനമാണ് ബോംബ്. ഈ കഴിഞ്ഞ ജൂലൈ മാസം, ഈ മാസം 13-ാം തീയതി കണ്ണൂർ ചെങ്ങള എന്ന സ്ഥലത്ത് പണിക്കാർ റബ്ബറിൽ വെള്ളം കെട്ടി നിർത്തുവാനായിട്ട് കുഴി കുഴിക്കുകയായിരുന്നു. അവിടെ അവർ എന്തോ ഒന്ന് കുടത്തിൽ കണ്ടു. അവർ വിചാരിക്കുകയാണ് ബോംബായിരിക്കുമെന്ന്. എന്നിരിക്കും പതുക്കെ പതുക്കെ സൂക്ഷിച്ച് പൊട്ടാതെ അവർ അതൊന്ന് തുറന്നു നോക്കി. അതിലുണ്ടായിരുന്നത് 17 പവിഴമുത്തുകൾ, 13 സ്വർണ്ണ ലോക്കറ്റുകൾ, 5 മോതിരങ്ങൾ, 2 കമ്മൽ, ഏതാനും വെള്ളി നാണയങ്ങൾ. പഴയ കാലത്ത് ഏറ്റവും സുരക്ഷിതമായിട്ട് വയ്ക്കുവാനായിട്ട് വിലയുള്ളത് വയ്ക്കുവാനുള്ള ഇടം ഭൂമിയായിരുന്നു. അത് കുഴിച്ച് ആരും കൊണ്ടുപോകുവാൻ കണ്ടെത്തുവാൻ സാധ്യതയില്ല. ഇപ്പോഴാണ് ബാങ്കുണ്ട്, ലോക്കറുണ്ട്, ചിട്ടിക്കമ്പനിയുണ്ട്, ഷെയർ മാർക്കറ്റിംഗ് ഉണ്ട്, നിക്ഷേപിക്കുവാൻ കരുതൽ ഉണ്ടാക്കുവാൻ ഒത്തിരിയേറെ ഇടങ്ങളുണ്ട്. നിധി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും ഇത് തന്നെയാണ്. കുഴിക്കുമ്പോൾ കിട്ടുന്ന നിധി. എൻ്റെ കൊച്ചു ചെറുപ്പത്തിലും ഒരു വീട്ടിൽ നിധിയുണ്ട് എന്ന് പറഞ്ഞ് ആ വീടിന്റെ അകമെല്ലാം കുഴിച്ച് ആ മണ്ണെല്ലാം എടുത്ത് പുറത്തു കൊണ്ടുപോയിട്ട സംഭവവും കേട്ടിട്ടുണ്ട്. സുവിശേഷത്തിൽ ഇതുപോലെ നിധി കണ്ടെത്തുന്ന പരാമർശങ്ങളാണ്. ആ നിധി സ്വർഗരാജ്യം എന്നതാണ്. 13-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഉപമകളിലൂടെയാണ് ഈശോ സ്വർഗരാജ്യത്തെ മനസ്സിലാക്കിപ്പിക്കുക. 7ഓളം ഉപമകൾ ഈ 13-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ അന്വേഷിക്കുക, കണ്ടെത്തും എന്ന്. തീർച്ചയായിട്ടും തമ്പുരാനെ അന്വേഷിച്ച് നല്ല നിധി അന്വേഷിച്ചു പോകുന്ന, നല്ല രക്തമന്വേഷിച്ചു പോകുന്ന വ്യാപാരിയുണ്ട്. അവൻ നല്ലത് കണ്ടെത്തുമ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് ആ നല്ലത് വാങ്ങിക്കുവാനായിട്ട് തൊരു കൂട്ടുന്നു. ബോധ്യം വേണം ഏതാണ് നല്ലത് എന്ന്. നമ്മൾ അന്വേഷണത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ തെറ്റുകൾ തിരുത്തുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ആമയിഴച്ച തോട്ടിൽ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ മുങ്ങിപ്പോയി മരണമടഞ്ഞ ജോയി. അവൻ എവിടെയാണെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം മൃതശരീരം കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ കർണാടകയിൽ ഷിരൂരിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അർജുനനും അർജുനന്റെ ലോറി എവിടെയാണെന്ന് വ്യക്തതയില്ല. ദിവസങ്ങളോളം അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുന്നതിന് കാരണമുണ്ട്. ആ ജീവന് വിലയുണ്ട് എന്ന ബോധ്യമാണ് അന്വേഷിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക. ബോധ്യങ്ങൾ വരുമ്പോൾ, വിലയുണ്ട് എന്ന ബോധ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും അതിനെ തേടിപ്പോകും, അന്വേഷിക്കും. സുവിശേഷവും ഇത് തന്നെയാണ് പറയുക. ബോധ്യങ്ങളിലേക്ക് വളരണം. സ്വർഗരാജ്യം വിലയുള്ളതാണ് എന്ന ബോധ്യങ്ങളിലേക്ക് വളരുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അതിനെ അന്വേഷിക്കുവാനായിട്ട്, അതിനെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട്, സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബോധ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ആ ബോധ്യങ്ങളെ മുറുകെ പിടിക്കുന്നവരെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ധാനം എന്നത് ബോധ്യമായി തീർന്നപ്പോൾ ആ ബോധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേക്കേറുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന അപ്പസ്തോലന്മാർ, പൗലോസ്ലീഹ ദമാസ്കസിലേക്ക് പോകുകയാണ്. പോകുന്നതിന്റെ ഉദ്ദേശം
ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുക എന്നതായിരുന്നു. എന്നാൽ അവൻ കുതിരപ്പുറത്ത് നിന്ന് വീഴുകയാണ്, ദൈവിക ദർശനം ലഭിക്കുകയാണ്, ബോധ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ബോധ്യങ്ങളുമായിട്ട് അവൻ മുന്നേറുകയാണ്. അസിസിനെ ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് പോകുമ്പോഴാണ് അവന് ബോധ്യങ്ങൾ ഉണ്ടാകുക. ചോദിക്കുകയാണ്, നീ യജമാനെ സേവിക്കുന്നുവോ എന്ന്, അതോ ദാസനെ സേവിക്കുന്നുവോ എന്ന്. ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ യജമാനെ സേവിക്കേണ്ടവനാണ് താൻ എന്ന ബോധത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇഗ്നേഷ്യസ് ലയോള യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുമ്പോഴാണ് അവന് ബോധ്യമുണ്ടാകുക. അവൻ മനസ്സാന്തരപ്പെട്ട് തമ്പുരാനിലേക്ക് തിരിയുകയാണ്. ശിരവീഴ്ചകൾ, ശിരപരാജയങ്ങൾ, അത് മരണമായിരിക്കാം, അത് ചിലപ്പോൾ ധ്യാനത്തിലൂടെ ആയിരിക്കാം, അത് ചിലപ്പോൾ രോഗത്തിലൂടെ ആയിരിക്കാം. ചില തിരിച്ചറിവുകൾ നൽകും. ആ തിരിച്ചറിവുകൾ തമ്പുരാനിലേക്ക് ചേക്കേറുവാനുള്ള ഉപാധികളായിട്ട്, ഗോപണികളായിട്ട് തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അന്വേഷണത്തിന് ആത്മാർത്ഥത വേണമെന്നും സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങളിലും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിധി കണ്ടെത്തുന്നവൻ അവൻ ആ നിധി കുഴിച്ചിടുകയാണ്. എന്നിട്ട് സാധിക്കുന്ന രീതിയിലെല്ലാം ആ നിധി വാങ്ങിക്കുവാനായിട്ട്, ആ സ്ഥലം വാങ്ങിക്കുവാനായിട്ട് അവൻ പരിശ്രമിക്കുകയാണ്. രണ്ടാമത്തെ സുവിശേഷ ഭാഗത്ത് ഉപമയിലും ഇത് തന്നെയാണ് പറയുക. നല്ല നിധി കണ്ടെത്തുന്നവൻ അത് വാങ്ങിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മാർത്ഥത വേണം. ആ ആത്മാർത്ഥതയ്ക്ക് ശരിക്കും പ്രയത്നങ്ങളും ആവശ്യമാണ്. സുവിശേഷത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ യഹൂദ പ്രമാണിയായിരുന്നു. ആ യഹൂദ പ്രമാണിത്വവും യഹൂദ മതവും പോലും ഉപേക്ഷിച്ച് തമ്പുരാനെ അവൻ ആശ്രയിച്ചിരിക്കുകയാണ്. അൽഫോൻസമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുകയാണ്. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം അവൾ ഉപേക്ഷിക്കുകയാണ്. ലക്ഷ്യങ്ങളിലേക്ക്, തമ്പുരാനിലേക്ക് മുന്നേറുവാനായിട്ട് അവളുടെ സൗന്ദര്യം അവൾ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. തമ്പുരാനെ മണവാട്ടിയായി തീരുവാനായിട്ട് കുടുംബം ഉപേക്ഷിക്കുന്നു, ഇഷ്ടം ഉപേക്ഷിക്കുന്നു, തമ്പുരാനെ അനുഗമിക്കുന്നു. ഫ്രാൻസിസ് അവൻ തന്റെ കുടുംബത്തെയും തന്റെ പ്രഭുത്വത്തെയും തന്റെ സ്വത്തുക്കളെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, എന്തിന് വസ്ത്രം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവൻ തമ്പുരാനെ അനുഗമിക്കുകയാണ്. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ അന്വേഷിക്കുക. തീർച്ചയായിട്ടും കണ്ടെത്തുവാനായി സാധിക്കും. കണ്ടെത്തി തമ്പുരാനോടൊപ്പമായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന്റെ സാക്ഷികളാകാൻ ഞാൻ ആഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസയെ പോലെ ദൈവത്തിന് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നതിനും ജീവിത ക്ലേശങ്ങളും പ്രയാസങ്ങളെയും വീരോചിതമായി നേരിടുന്നതിനും ആവശ്യമായ അനുഗ്രഹം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിരത്തികളടിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്ന ഗോതമ്പ് മണി പോലെ ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ സഭയ്ക്കിടയിൽ പുറപ്പെടുവിക്കുവാൻ സമർപ്പിതർക്ക് ഫലം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിനെ വിളി ശ്രമിച്ചുകൊണ്ട് സ്വയം പരിചരിച്ച് സമർപ്പിത ജീവൻ നയിക്കുവാൻ ധാരാളം യുവതി യുവാക്കളെ പ്രചോദിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധായ സഹോദരനെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് ബാബായി, ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജനാഥ് ബിഷപ്പ്മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപത അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ വിശുദ്ധായ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം.
നാഥനായിരിക്കും തനിക്ക് മാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളയട്ടെ. നമ്മുടെ പാപങ്ങളെ മായ്ക്കാൻ തുടരുകയും ചെയ്യട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവ്വവും താഴ്ത്തായി കാണിക്കയാൽ സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവ്വവും താഴ്ത്തായി കാണിക്കയാൽ സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി.
ഈ യോഗം ഈ സർപ്പസമയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. തമ്പുരാനെ കണ്ടെത്തുവാൻ ആവശ്യമായി കൃപാവരത്തോട് യാചിക്കാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തിൽ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ധനവിധാനത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയെ അനുകരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മജനും ദിവ്യരൂപായ്ക്കും സ്തുതിയെന്നും ദൈവാവികയെയും മാർയോസേപ്പിനെയും സദരമൂർത്തിയിലാ അവനും ഈ ബലിയിൽ സർവശക്തൻ പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവം
ഈ പ്രമാണം സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധിയാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ഉയരണമേ പ്രാർത്ഥനയഖിലേശ. ഉയരണമേ സുരവിലരൂപം സ്വർഗ്ഗത്തിൽ നിത്യസന്നിധി വെള്ളപ്പൂ പോലതു വിടരീണം. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം യിസ്ഹാക്ക് എന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. വിശ്വസമായ മധ്യസ്ഥതയിൽ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും അങ്ങയുടെ സമൃദ്ധമായ കൃപ ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരമായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ.
ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാണ്.
നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനോടെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുദിനം ദുഃഖിതരും ദരിദ്രരും പേരിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ മതിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. അറിയുന്നു ഞാൻ പാവങ്ങൾ, കാണുന്നു ഞാൻ അവയും മുൻപേ. അറിയുന്നു ഞാൻ പാവങ്ങൾ, കാണുന്നു ഞാൻ അവയും മുൻപേ. തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. കർത്താവിശിഹായ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈ ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂമിയാൽ ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ
ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. നമ്മുടെ വിശ്വസിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തി ആദരവോടെ സമർപ്പിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവ്വത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ വേർപിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ചോദ്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവർ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ മോഹനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന വിശ്വസിക്കാനുള്ള ഭാവനം അവരുടെ കാര്യങ്ങളെത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. വിശുദ്ധായ ശരീരത്തെ തോന്നണ ബോധത്തിനും നിത്യജീവനും കാരണമാണ്.
സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് വർഗീസ് കളപ്പറമ്പിൻ്റെ വസതിയിൽ വെച്ച് കാരുണ്യ വിലയിൽ വെച്ച് ഇന്ന് 3 മണിക്ക് സെന്റ് അൽഫോൺസ യൂണിറ്റ് തങ്കച്ചൻ മേനാടപ്പള്ളിയുടെ വസതിയിൽ വെച്ച് ഇന്ന് 4 മണിക്ക് സമ്മേളിക്കുന്നതാണ്. മനാഥ സഹായ സംഘത്തിൽ ചേരുവാനായിട്ട് ലൗകുടുംബങ്ങൾ താല്പര്യമെടുക്കുന്നതിന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 500 രൂപയാണ് അംഗത്വ ഫീ. ഏതെങ്കിലും മനാഥ സഹായത്തിലെ കുടുംബാംഗം മരിക്കുമ്പോൾ നൽകേണ്ടത് 100 രൂപയാണ്. 15,000 രൂപയാണ് നമ്മൾ അടിയന്തര സഹായമായിട്ട് നൽകുവാനായിട്ട് ഉദ്ദേശിക്കുക. യൂണിറ്റ് ഭാരവാഹികൾ ഭവനങ്ങളിൽ നിന്ന് തുക കളക്ട് ചെയ്യാനുള്ള സ്നേഹവും അഭ്യർത്ഥിക്കുന്നു. ലോഗോസ് ബൈബിൾ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പേര് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ സ്തോത്ര കാഴ്ച 15,328 രൂപ. ഹിന്ദി സ്തോത്ര കാഴ്ച 4,220 രൂപ. സെന്റ് ആൻഡ്രീസ്, സെയിന്റ് തോമസ്, മദർ തെരേസ യൂണിറ്റുകളുടെ കാഴ്ച സമർപ്പണം 1,360 രൂപ. 7ാം ക്ലാസ്സിലെ കുട്ടികൾ, മാതാപിതാക്കൾ, ടീച്ചർ 1,710 രൂപ. മാസവരി സെന്റ് ജൂഡ് യൂണിറ്റ് 4,700 രൂപ. സെയിന്റ് തോമസ് യൂണിറ്റ് 2,100 രൂപ. നമുക്ക് പ്രാർത്ഥിക്കുവാൻ, ബലിയർപ്പിക്കുവാൻ നല്ലൊരു ദേവാലയം, ഒത്തുകൂടുവാൻ നല്ലൊരു ഹോൾ, നമ്മുടെ കുട്ടികൾക്ക് വേദപാഠം പഠിക്കാനില്ല, പള്ളിവേല എന്ന ലക്ഷ്യമായി പലതുള്ളി പെരുവെള്ളം എന്ന പദ്ധതി സ്തോത്ര കാഴ്ചയായി ലഘുനിക്ഷേപമായി നമ്മൾ മുന്നേറുകയാണ്. ഇതിലേക്ക് നിങ്ങൾ കാണിക്കുന്ന വലിയ സഹകരണത്തിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് 5,000 സ്തോത്ര കാഴ്ച
15,000-ലേക്ക് വളർന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലഘുനിക്ഷേപം 3 ലക്ഷം രൂപയുടെ ലഘുനിക്ഷേപത്തിൽ നിന്ന് നമുക്ക് 3 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയുടെ ലഘുനിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ഇതിനകം 1 ലക്ഷം രൂപയും നമുക്ക് ലഭിച്ചു. 3 ലക്ഷം രൂപയുടെ അടുത്ത ലഘുനിക്ഷേപം അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. 1 ലക്ഷം രൂപയുടെയും ലഘുനിക്ഷേപം അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ചിലപ്പോഴെങ്കിലും ഭാരവാഹികൾ നിങ്ങളുടെ മക്കൾ എത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അറിയാത്തതുകൊണ്ടും നിങ്ങളെ അറിയാത്തതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ അവരോടിലേക്ക് ചെല്ലണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ലഘുനിക്ഷേപങ്ങൾക്ക് ഭാരവാഹികം വലിയവർ ജോസ് ജോസഫ് മറ്റക്കരോട്ട്, വർഗീസ് പടമാട്ടയ്ക്ക്, ജോൺ കോലിക്ക്, ജോൺ ഇരത്ത, ഷാജി ജോൺ കൊച്ചുപുതുശ്ശേരി, അനൂപ് പുല്ലേരി, ജോബി മാത്യു കൊച്ചുപുതുശ്ശേരി, ബിനോയ് ജോസഫ്, ഷാജൻ എം വൈ, ജോർജ് കൊച്ചുപുതുശ്ശേരി എന്നിവരാണ്. നമ്മുടെ ഇടവകയിലെ KC വൈ എം യുവജനങ്ങൾ ഇന്ന് KC വൈ എം അംഗത്വ ദിനമായി ആചരിക്കുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം KC വൈ എം അംഗങ്ങൾ മധുരം വിതരണം ചെയ്യുന്നു. അംഗത്വ നവീകരണം നടത്തുന്നു. മഠച്ചാപ്പലിൽ വെച്ച് അംഗത്വ നവീകരണം നടത്തുന്നു. മഠത്തിലെ കുട്ടികൾക്ക് അന്നദാനം നൽകുന്നു. അതോടൊപ്പം തന്നെ അവരോടൊപ്പം ഉല്ലസിക്കുവാനായിട്ട് അല്പം സമയം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇന്ന് അൽഫോൺസോമായ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അവർ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ കുർബാനയെ തുടർന്ന് പാച്ചോട് ചിരിച്ചു നൽകുന്നതുമാണ്. ഇതിനായിട്ട് നേതൃത്വം നൽകിയ എല്ലാ ഭാരവാഹികൾക്കും കുർബാനകൾക്കും നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായി നീക്കും മനുഷ്യവർഗത്തിന് പ്രത്യാശയായി മിശിഹായി സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. വഴിനാഥൻ നമ്മൾ നവശീവൻ ദിവ്യനിടത്താൻ കാത്തത്താൻ നൽകി പിന്നിൻ സമ്പത്തും തിരുവചനത്താൻ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിൻ സാക്ഷികളായി ജീവിത വീതിയിൽ നീങ്ങിടുവാൻ സ്നേഹസമൂഹം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിലെങ്ങും നൽകിടുവിൻ. ജീവനെയും തിരു ശ്രീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഇത്